45 കുട്ടികൾ ഉള്ള ഒരു ക്ലാസ്സിലെ ശരാശരി മാർക്ക് 77 ആണ്. ഓരോ കുട്ടിക്കും 5 വീതം ഗ്രേസ് മാർക്ക് അനുവദിച്ചാൽ പുതിയ ശരാശരി മാർക്ക് എത്ര? ഒരു ക്ലാസ്സിൽ 45 കുട്ടികളുണ്ട്. ആ 45 കുട്ടികളുടെയും കൂടി ശരാശരി മാർക്ക് 77 ആണ്. ഇതിലത്തെ ഈ ഓരോ കുട്ടിക്കും 45 കുട്ടികൾക്കും 5 വീതം ഗ്രേസ് മാർക്ക് കൊടുത്താൽ, കൂടുതൽ മാർക്ക് കൊടുത്താൽ പുതിയ ശരാശരി 77 മാറി എന്താവും എന്നാണ് ചോദ്യം. നമുക്കിത് ശരിയായ രീതിയിലും എളുപ്പ വഴിയിലും ചെയ്യാം. ഇതിന് രണ്ട് സൂത്രവാക്യങ്ങൾ: തുക കാണാൻ ശരാശരി ഇൻറ്റു എണ്ണം, അതിൽ ശരാശരി കാണാൻ തുക ബൈ എണ്ണം. ഈ രണ്ട് സൂത്രവാക്യങ്ങൾ ഉപയോഗിക്കാം. അപ്പോൾ ആദ്യം 45 കുട്ടികളുടെ ശരാശരി 77. അപ്പോൾ ഇവിടെ എണ്ണം എത്ര? 45. ശരാശരി എത്ര? 77. അപ്പോൾ എണ്ണവും ശരാശരിയും അറിഞ്ഞാൽ നമുക്ക് തുക കാണാം. അപ്പോൾ 45 കുട്ടികളുടെ ആകെ മാർക്ക് എത്രയാണ്? 45 ഇൻറ്റു 77. ഇനി എന്താ പറയണത്? ഇത് 45 കുട്ടികളുടെ ആകെ മാർക്ക്, ആദ്യം ഉണ്ടായിരുന്ന മാർക്ക്. ഇനി എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ കുട്ടിക്കും 5 വീതം മാർക്ക് കൂടുതൽ കൊടുക്കുകയാണ്. എത്ര കുട്ടികളുണ്ട്? 45 കുട്ടികളുണ്ട്. ഓരോ കുട്ടിക്കും 5 കൊടുക്കുക പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? 45 ഇൻറ്റു 5 കൂടും. ഓരോ കുട്ടിക്കും 5. അപ്പം 45 കുട്ടികൾക്ക് ആകെ എത്ര വരും? 45 ഇൻറ്റു 5. ഇപ്പം പുതിയ ആകെ മാർക്ക്, അതായത് ആ ക്ലാസ്സിലത്തെ കുട്ടികളുടെ ആകെ മാർക്ക് ഇതായിരുന്നു. പക്ഷേ ഓരോ കുട്ടിക്കും 5 മാർക്കും കൂടി കൊടുത്താൽ ആകെ എന്താവും? പ്ലസ്. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ മതി. ഇതിപ്പോൾ ആകെ മാർക്കായി, തുകയായി, ആകെ തുകയായി 45 കുട്ടികളുടെ. ഇനി നമുക്ക് പുതിയ ശരാശരി കാണാൻ എന്ത് ചെയ്യണം? ശരാശരി സമം തുക ബൈ എണ്ണം. ഇത് തുകയാണ്, ഇതിനെ എണ്ണം കൊണ്ട് ഹരിക്കുക. എണ്ണം മാറ്റമില്ല, 45 കുട്ടികൾ തന്നെ. ഇനി നമ്മൾ എന്താ ചെയ്യുക? 45ഉം 77ഉം കുടിക്കണം, 45ഉം 5ഉം കുടിക്കണം, അത് കൂട്ടണം, എന്നിട്ട് 45 കൊണ്ട് ഹരിക്കണം. ആദ്യം 45 ഇൻറ്റു 77 ഹരിക്കുക, ഗുണിക്കുക. 45 ഇൻറ്റു 77. 7 5 35, ശിഷ്ടം 3, 7 4 28, 3 31, 315. വീണ്ടും 7 കൊണ്ട് ഗുണിക്കുമ്പോൾ തന്നെ വരും 315. കൂട്ടുമ്പോൾ 5 5 1 6, 3 1 4, 3 3465 എന്ന് വന്നു. ഇനി 45 ഇൻറ്റു 5 ഗുണിക്കുമ്പോൾ 225 എന്ന് വരും. എന്നിട്ട് രണ്ടും കൂടി കൂട്ടണം, 225. കൂട്ടുമ്പോൾ 5 5 10, ശിഷ്ടം 1 2 3 6 9, 4 2 6 3, 3690 ബൈ 45. നമുക്കിത് ഹരിക്കണം. ഹരിക്കാൻ നമുക്ക് ആദ്യം കുറച്ച് ചുരുക്കിയ ചെറുതാവും സംഖ്യകൾ. ആദ്യം 5 കൊണ്ട് വെട്ടി ചുരുക്കാം. നമുക്ക് ഇവിടെ എന്ത് വരും? 7 5 35. 5 കൊണ്ട് വെട്ടുമ്പോൾ ശിഷ്ടം 1 19, 3 5 15, ശിഷ്ടം 4 40, 8 5 40. 5 കൊണ്ട് വെട്ടി ചുരുക്കി. അപ്പോൾ അടിയിലും 5 കൊണ്ട് വെട്ടി ചുരുക്കുമ്പോൾ 9 5 45. ഇനി നമുക്ക് നേരിട്ട് ഹരിക്കാം. എത്ര? 73 9, 8 9 72, ശിഷ്ടം 1 18, 29 18. അപ്പോൾ പുതിയ ശരാശരി 72 ആണ്. ഇനി എളുപ്പ വഴി, ആദ്യത്തെ ശരാശരി എത്രയായിരുന്നു? 77. ഓരോ കുട്ടിക്കും എത്ര മാർക്ക് അനുവദിച്ചു? 5 വീതം കൂടി. അപ്പം നമ്മൾ പുതിയ ശരാശരി കാണാൻ ആദ്യ ശരാശരിയുടെ കൂടെ കൂട്ടിക്കൊടുത്തത് നമ്മൾ കൂട്ടിയാൽ മതി. എത്ര മാർക്ക് കൂട്ടിക്കൊടുത്തത്? 5 ആണ്. അപ്പോൾ ഉത്തരം 77ഉം 5ഉം കൂടി കൂട്ടുക. 77 പ്ലസ് 5, ഉത്തരം 82.